വന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 1981 പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിൽ ആരംഭിച്ച ആ വിദ്യാലയം എന്ന് പറയണ്ട, ദൈവാലയം എന്ന് പറയാം, സെൻറ് മേരീസ് കോളേജ് മണർകാടിൽ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഒരു നല്ല സുദിനമായിരുന്നു അവിടെ ജോലി ചെയ്ത ഞങ്ങൾക്കെല്ലാവർക്കും. 2000 അവിടുത്തെ ഫൗണ്ടർ പ്രിൻസിപ്പൽ പ്രൊഫസർ KM വർഗീസ് സാർ റിട്ടയർ ചെയ്തു. പിന്നീട് അങ്ങനെ റിട്ടയർമെൻറ്റിൻ്റെ പരമ്പരയായിരുന്നു. ഈ റിട്ടയർ ചെയ്ത അധ്യാപക അനധ്യാപകരെല്ലാവരും ഒത്തുകൂടുന്ന ഒരു സുദിനം. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ബുധനാഴ്ച, ഞങ്ങളവിടെ മാതാവിൻ്റെ ദിവസമാണല്ലോ ബുധനാഴ്ച, മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദൈവാലയം എന്ന് പറയാം, വിദ്യാലയമല്ല, അവിടെ ഒന്നിച്ചുകൂടി. അവിടെ നിന്ന് ആയിരുന്ന സമയത്തും അവിടെ നിന്ന് പടിയിറങ്ങിയതിന് ശേഷവും ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സംരംഭങ്ങളെയും സുഖദുഃഖങ്ങളെയും പങ്കുവെക്കാനായിട്ട് ഒന്നിച്ചുകൂടി. 10 മണിയോടുകൂടി ഞങ്ങൾ അവിടെ ചെന്നു. ഹൃദ്യമായ സ്വീകരണം ലഭിച്ചു. ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഒരുക്കി കാത്തിരുന്നു. എല്ലാവരും അവരവരുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയെ അന്യോന്യം പങ്കിട്ടു. ഈ പങ്കിടലിന് മുഖസാക്ഷി എന്നോണം ഞങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി തന്നെയാണ് ഇപ്പോഴത്തെ മാനേജർ. അച്ഛന് സന്നിഹിതനായിരുന്നു. അച്ഛൻ്റെ വാക്കുകളിലൂടെ ഞങ്ങൾ സന്തോഷത്തിൽ ആറാടി. അച്ഛൻ പറയുകയാണ്, അധ്യാപകരെ ഒരിക്കലും മരിക്കുന്നില്ല, അവർ വിദ്യാർത്ഥികളിലൂടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സുദിനം നിങ്ങളോടുകൂടി ഒന്ന് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നി. കാരണം അവിടെ ഒരു അധ്യാപികയോ അധ്യാപകനോ അല്ലെങ്കിൽ അനാധ്യാപകനോ ആയി ജോലി ചെയ്തു എന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം അവിടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അനുഗ്രഹം എല്ലാവരും ഏറ്റുവാങ്ങി അനുദിനം അവിടെ സന്തോഷത്തിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒരു ജീവിതകാലം മുഴുവൻ അവിടെ ഇരുന്നാലും ഞങ്ങൾക്ക് മതിയാകാത്ത അത്രയും അനുഗ്രഹം അമ്മ അവിടെ ചെരിഞ്ഞുകൊണ്ടിരുന്നു. ആ അനുഗ്രഹത്തിൻ്റെ തുടർ കഥയാണ് ഞങ്ങളിപ്പോഴും വർഷത്തിലൊരിക്കൽ അവിടെ ഒത്തുകൂടുന്നു. ആ ഒത്തുകൂടലിന് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നത് അവിടുത്തെ ഇപ്പോഴത്തെ മാനേജ്മെൻറ്റും ഇപ്പോഴത്തെ ഭരണാധികാരികളുമാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ അതുപോലെ മാനേജരെല്ലാം ഞങ്ങളെ വരവേൽക്കാൻ നേരത്തെ തന്നെ എത്തിയിരുന്നു. ഈ സുദിനത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരുന്നില്ല. ഞങ്ങളവിടെ ഒത്തുകൂടി ഞങ്ങളുടെ ആശയങ്ങളും ആഗ്രഹങ്ങളും ഞങ്ങളുടെ ആവശ്യതകളും സന്തോഷങ്ങളും പങ്കിട്ട് കഴിഞ്ഞ് നല്ലൊരു ഉച്ചസദ്യയോടുകൂടി ഞങ്ങൾ പിരിഞ്ഞു. ഈ സുദിനത്തെ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് പങ്കുവെക്കട്ടെ. നമുക്ക് എല്ലാവർക്കും കോട്ടയം കാവൽ വാങ്ങിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഒരു പ്രാവശ്യം ഒന്നിച്ച് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാനിപ്പോൾ 6 വർഷമായി റിട്ടയറായിട്ട് 5 വർഷം ആയിട്ട് HDFC ബാങ്കിൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ജോലിയുണ്ട്, ഹെൽത്ത് ആൻഡ് ലൈഫ്. എനിക്ക് 2 മക്കളാണ്. മൂത്തയാൾ ആണ്, രണ്ടാമത്തെ ആൾ. മൂത്തയാളും ഭാര്യ വിദേശത്തായിരുന്നു, അവർക്ക് നാട്ടിലുണ്ട്. മോള് ദുബൈയിൽ എമിറേറ്റ്സിലാണ്. മോളുടെ ഭർത്താവ് അവിടെ ബാങ്കിലാണ്. ഇപ്പോൾ കൃഷി കഴിഞ്ഞ പ്രാവശ്യം ഏത്തവാഴ കൃഷി നഷ്ടമായിരുന്നു, എങ്കിലും അത് നോക്കാതെ ഇപ്പോൾ ഏത്തവാഴ കൃഷി ചെയ്തു. ചേരാതെ ചെറിയ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുന്നു. ദൈവത്തിൻ്റെ റോഡ് ദോഷമൊന്നുമില്ല. ഇടങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും റിട്ടയർമെന്റ് എന്ന വാക്ക് ഇല്ല എന്നുള്ളതാണ്. അതൊരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. കാരണം മരിച്ച് കിടക്കുമ്പോൾ പോലും ഒരു ടീച്ചർ എന്ന്, ഒരു അധ്യാപകൻ എന്ന് വിളിക്കുവാൻ അർഹതപ്പെട്ട ഒരു വ്യക്തിത്വങ്ങളാണ് ഭൂമിയിലെ ഗുരുക്കന്മാർ. അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ നല്ലൊരു പ്രകാശം നൽകുന്നതാണ്. പ്രകാശം ഓരോരുത്തർക്കും നിഴല് പോലെ ഓരോ അധ്യാപകരെ നൽകിയിട്ടുള്ളതൊക്കെ ഞങ്ങളൊക്കെ ആദരവോടെ ഓർക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മണർകാട് പള്ളി അനുഗ്രഹിച്ച് നൽകിയ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ കിട്ടിയ അവസരങ്ങളൊക്കെ എത്രമാത്രം അനുഗ്രഹപ്രദമായിരുന്നു എന്ന് നിങ്ങൾ അധ്യാപകർ എന്ന നിലയിൽ അയവിറക്കുമ്പോൾ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളെന്ന നിലയിൽ ഞങ്ങൾക്കും ഇതുപോലെ തന്നെയാണ് അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥികൾ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. വിദ്യാർത്ഥിയായിരിക്കും.
അത് ചരിത്രത്തിൽ ആദ്യം എഴുതപ്പെടാൻ ശ്രമിക്കുക. പിന്നെ എന്താ പറയാന്ന് പറഞ്ഞാൽ അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. 81 കോളേജ് ആരംഭിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇട്ടയടുത്ത് അച്ഛനായിരുന്നു സ്ഥാനത്ത് തുടങ്ങിയത്. പിന്നീട് കുറച്ച് കഴിഞ്ഞ് കാലം ചെയ്ത അഭിമുഖ പെരുപ്പെടുത്തിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലെടുത്ത് 2.5 കൊല്ലം 3 കൊല്ലത്തോളം തിരികെ കൊണ്ടാണ്. അപ്പോൾ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട അച്ഛൻ ഏറ്റെടുത്തിട്ടുണ്ട്. കോളേജിനെ കുറിച്ച് മുഴുവൻ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അച്ഛൻ്റെ ആ കാലഘട്ടങ്ങൾ മുഴുവനും ഈ കോളേജിനെ ഏറ്റവും ഭംഗിയായ രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ വന്ന് സമയം ചെലവഴിക്കാൻ വന്ന അച്ഛനെ വളരെയധികം നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു. ഇനി അടുത്തത് ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തോടുകൂടി പോകുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പല് ശ്രീ സനീ ജൂനിയം സാറിൽ നിന്നും ഞങ്ങളെ കുറച്ച് പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ പറയാം. ഒരു കാര്യം ദേവിയിൽ പറയണേ, ഇതിന്റെ സംഘാടകനായിട്ട് ഒരു വ്യക്തിയായിട്ട് എന്നെ കാണല്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവിടെ കൂടിയിരിക്കുന്നത് പ്രായം കൂടിയ ഒരാളെന്നല്ലാതെ ഇത് ഞാൻ നമ്മളൊരു ബന്ധമില്ല. ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, ഈ കോളേജിൽ നിന്ന് വിരമിച്ച മുഴുവൻ അധ്യാപകരും എല്ലാ വർഷവും ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ബുധനാഴ്ച നമുക്കിവിടെ കൂടണം. കുറച്ച് പേർക്ക് കൊണ്ട് ബുദ്ധിമുട്ട് വരും, എന്നാലും എന്നാൽ നമ്മൾ 45 പേരെ പ്രതീക്ഷിച്ചതായി ഇവിടെ ഏകദേശം വരുമെന്ന്. വരാത്തവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളാണ്, അവരെ കുറിച്ച് ഒരിക്കലും ബുദ്ധിമുട്ട് പ്രയാസിക്കുന്നില്ല. അപ്പൊ പ്രായമായവരുടെ വീട്ടിൽ പ്രായമായവർ കാണും, ഇങ്ങനെയുള്ള വിഷമങ്ങളാണ്. ഏതായാലും 30 പേരെങ്കിലും എത്തിയല്ലോ, അതിനെക്കുറിച്ച് ഞാൻ വളരെ സന്തുഷ്ടനാണ്.